നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. നടത്തറ പഞ്ചായത്ത് കേരളോത്സവ സമാപനവും സമ്മാനദാനവും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ തൃശൂരിൽ നടത്തിയ ഉണർവ് 2024 മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പൗരസ്ത്യ കൽദായി സുറിയാനി സഭയുടെ മതബോധനം മാർ അപ്രേം സൺഡേ സ്കൂൾ ഡേ ആഘോഷിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന PR ഫ്രാൻസിസ് ജന്മശതാബ്ദി ആഘോഷങ്ങൾ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. നടത്തറ പഞ്ചായത്തിന്റെ കേരളോത്സവം സമാപന സമ്മേളനവും സമ്മാനദാനവും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കൊഴുക്കുള്ളി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടത്തിയ സമാപന സമ്മേളനത്തിൽ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷയായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, യുവജനക്ഷേമ ബോർഡ് തൃശൂർ ജില്ലാ കോർഡിനേറ്റർ VP ശരത് പ്രസാദ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ എന്നിവർ മുഖ്യാതിഥികളായി. നടത്തറ നാട്ടുത്സവം 2024 പ്രസിദ്ധീകരിച്ച ഉത്സവ് 2024 സുവനീറിന്റെ പ്രകാശനം മന്ത്രി നിർവഹിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളിലായി മത്സരിച്ച് 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് ട്രോഫിയും മെഡലും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. നടത്തറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TR ഗോവിന്ദൻകുട്ടിയുടെ നാമധേയത്തിൽ ഓവറോൾ കിരീടം ഇരവിമംഗലം ഫാക്കൽസ് ക്ലബ്ബ് കരസ്ഥമാക്കി. നടത്തറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EN സീതാലക്ഷ്മി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിയ ഗിഫ്റ്റൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അമൽറാം, പഞ്ചായത്ത് അംഗങ്ങളായ KJ ജയൻ, ബിന്ദു സുരേഷ്, MS അശോക് കുമാർ, ജിനിത സുഭാഷ്, സിന്ധു ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജീജ ജയൻ, ഒല്ലൂക്കര ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ അജീഷ്, പഞ്ചായത്ത് സെക്രട്ടറി K പ്രദീപ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സഹകരണ സംഘം പ്രസിഡന്റുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. വയനാട്ടിലും കാസർഗോഡും റെഡ് അലർട്ടും തൃശൂർ ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കപ്പെട്ട ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ തിരുവനന്തപുരത്തോട്ട് തിരിക്കണം എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മാടക്കത്തറയിൽ നടത്തറയിൽ നിന്ന് സമാപന സമ്മേളനം നടത്തുകയാണ്. മാടക്കത്തറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KR രവി, നമ്മുടെ പഞ്ചായത്തുകാരൻ കൂടിയായിട്ടുള്ള ശ്രീ KR രവി, അവിടെ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുകയും ചെയ്യും. നടത്തറയെ സംബന്ധിച്ചിടത്തോളം തികച്ചും സർഗാത്മകമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടപെടൽ നടത്തുന്ന നമ്മുടെ പഞ്ചായത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങൾക്ക് മനുഷ്യമുഖം നൽകുകയും എല്ലാ വികസന പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളോടൊപ്പം ഉയർത്തിപ്പിടിക്കേണ്ട സർഗാത്മകമായിട്ടുള്ള സംവിധാനങ്ങൾ കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ധാരാളമായി നമുക്കുണ്ട്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2024 ഡിസംബർ 3 വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വച്ച സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി ഭിന്നശേഷി ഉള്ളവരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രമേയം. സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളുടെ സമർപ്പണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്ന ഏറ്റവും മികച്ച NSS, NCC, SPC യൂണിറ്റുകൾക്കുള്ള സഹചാരി പുരസ്കാരം സമ്മാനിക്കൽ, ഭിന്നശേഷിക്കാർ നേതൃത്വം നൽകുന്ന കലാവതരണങ്ങൾ എന്നിവയോടെ ഉണർവ് കൊണ്ടാടി. VKN ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനവും പുരസ്കാരങ്ങളുടെ സമർപ്പണവും നിർവഹിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. P ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ജില്ലയിലെ MLAമാരായ AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ, KK രാമചന്ദ്രൻ, സേവർ ചിറ്റിലപ്പള്ളി, MK അക്ബർ, CC മുകുന്ദൻ, സനീഷ് കുമാർ ജോസഫ്, ചേലക്കരയുടെ നിയുക്ത MLA UR പ്രദീപ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ വിശിഷ്ടാതിഥികളായി.
കലാപ്രതിഭയും ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവുമായ മുഹമ്മദ് യാസിൻ പ്രചോദനാത്മക പ്രഭാഷണം നിർവഹിച്ചു. സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച് നവാഗത സംവിധായകനായിരുന്ന രാകേഷ് കൃഷ്ണൻ കൂരമ്പാല അതിഥിയായി എത്തി. മുഹമ്മദ് യാസിൻ കീബോർഡിൽ ഒരുക്കിയ സംഗീത വിരുന്നും ഭിന്നശേഷി കലാപ്രതിഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഉൾപ്പെടുത്തി രൂപം നൽകിയ റിഥം ഓർക്കസ്ട്രയുടെ കലാവിരുന്നും ഭിന്നശേഷി ക്ഷേമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ കലാവതരണങ്ങളും മുഖ്യ ആകർഷണങ്ങളായിരുന്നു. ജനപ്രതിനിധികളും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും വിവിധ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളും ഭാഗമായി. ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വിജയാമൃതം പുരസ്കാരങ്ങളും സമ്മാനിച്ചു. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. മികച്ച ഭരണകൂടമായി തിരഞ്ഞെടുക്കപ്പെട്ടു കാസർഗോഡ് ജില്ലാ ഭരണകൂടം. മികച്ച നഗരസഭ തിരുവനന്തപുരം. മികച്ച മുനിസിപ്പാലിറ്റി നിലമ്പൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ പെരുമ്പടപ്പ് മതിലകം. മികച്ച ഗ്രാമപഞ്ചായത്തുകൾ കതിരൂർ കാമാക്ഷി ഗ്രാമപഞ്ചായത്തുകൾ. ഇവയ്ക്കുള്ള പുരസ്കാര സമർപ്പണം ചടങ്ങിൽ നടന്നു. മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുനരധിവാസ കേന്ദ്രത്തിന് പ്രതീക്ഷാ ഭവൻ കോഴിക്കോട്, സർക്കാർ മേഖലയിൽ ഭിന്നശേഷി സൗഹൃദ സ്ഥാപനമായ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് മാവേലിക്കര, സ്വകാര്യ മേഖലയിൽ സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട എന്നിവർക്കും മന്ത്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അവകാശാധിഷ്ഠിത സമീപനത്തോടു കൂടിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭിന്നശേഷി മേഖല കൈകാര്യം ചെയ്യപ്പെട്ടു പോരുന്നത്. ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പരിരക്ഷ അവരുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല എന്ന പ്രഖ്യാപനത്തോടു കൂടി തന്നെ സ്ഥിരവും സ്ഥായിയുമായിട്ടുള്ള വികസന പ്രക്രിയ ഉറപ്പാക്കുന്നതിന് ഭിന്നശേഷി വിഭാഗക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വർഷത്തെ അന്തർദേശീയ ഭിന്നശേഷി ദിനാചരണത്തിന്റെ പ്രമേയമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് അക്ഷരാർത്ഥത്തിൽ അത് നടപ്പാക്കാനുള്ള പ്രയത്നം തുടരാം. സർക്കാരും സമൂഹവും സന്നദ്ധ സംഘടനകളും സുമനസ്സുകളായ വ്യക്തികളുമെല്ലാം ഈ വഴിയിൽ കൈകോർത്ത് പിടിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. സമീപകാലത്ത് ഭിന്നശേഷി വിഭാഗങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് നല്ല ബോധ്യം നമ്മുടെ സമൂഹത്തിന് ഉണ്ടായി വരുന്നുണ്ട്. പൊതുബോധത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. തടസ്സരഹിത കേരളം അഥവാ ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി, അത് വെറും പദ്ധതിയായിട്ടല്ല, ആശയം കൂടിയായി നടപ്പാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ്. എല്ലാ പൊതു ഇടങ്ങളും, പൊതു ഓഫീസുകളും കലാലയങ്ങളും വിദ്യാലയങ്ങളും തിയേറ്ററുകളും പാർക്കുകളും എല്ലാം ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കണം എന്ന കാഴ്ചപ്പാട് സമൂഹത്തിലേക്ക് വിനിമയം ചെയ്യാൻ പരമാവധി നാം ശ്രമിക്കുകയാണ്. അത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അത് വളരെ സമയം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ആ നിലയിലേക്ക് സമൂഹത്തിന്റെ പൊതുബോധം ഉയർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തടസ്സരഹിതമായ ജീവിതം, സ്വച്ഛന്തമായ ആത്മവിശ്വാസത്തോടു കൂടിയ ജീവിതം നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് ഉറപ്പുകൊടുക്കാൻ നമുക്ക് ആകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. കുടുംബത്തിന്റെയോ വ്യക്തിയുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ് എന്ന കാഴ്ച.
കൽദായി സുറിയാനി സഭയുടെ മതബോധന പ്രസ്ഥാനമായ മാർ അപ്രൈം സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ ഡേ ആഘോഷിച്ചു. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളിയിൽ നിന്ന് ആരംഭിച്ച ബൈബിൾ അടിസ്ഥാനമാക്കി സഭയിലെ വിവിധ ഇടവകകളെ പങ്കെടുപ്പിച്ച് മത്സരാടിസ്ഥാനത്തിൽ ഘോഷയാത്ര മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. മാർത്ത് മറിയം വലിയ പള്ളിയിൽ പൊതുസമ്മേളനം സീറോ മലബാർ സഭ സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷനായി. മാർ ഡോക്ടർ അപ്രൈം മെത്രാപ്പോലിത്ത, സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി ഫാദർ ടിൻഡോ കെ തിമോത്തി, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, സൺഡേ സ്കൂൾ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി റിൻഡോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. റാലിയിലെയും ടാബ്ലോയിലെയും മത്സരങ്ങൾക്കുള്ള വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 1ാം സ്ഥാനം ചേലക്കോട്ടുകര മാർ അപ്രൈം പള്ളി, 2ാം സ്ഥാനം പറവട്ടാനി മാർ അദ്ദായി ശ്ലീഹ പള്ളി, 3ാം സ്ഥാനം നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദ പള്ളി. ടാബ്ലോയിൽ കുരീച്ചിറ മാർ മാറി ശ്ലീഹ പള്ളി, കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളി, പറവട്ടാനി മാർ അദ്ദായി ശ്ലീഹ പള്ളി എന്നിവരും സമ്മാനങ്ങൾ കരസ്ഥമാക്കി. പുതിയതായി കശീശ പദവിയിലേക്ക് ഉയർത്തിയ ഫാദർ ഫ്രെഡി ഡോൺ ഡേവിസ്, ഫാദർ അബി ആന്റണി, ഹിപ്പത് യാക്സ പട്ടം സ്വീകരിച്ച ജെയിൻ ജെയിംസ്, അബിൻ ഫ്രാൻസിസ് സാമുവേൽ, ഭിന്നശേഷിക്കാർക്കുള്ള കേരള സംസ്ഥാന സർഗാത്മക ബാലിക പുരസ്കാരം നേടിയ സഭാംഗം കുമാരി ആൻ മൂക്കനെയും ആദരിച്ചു. ആയിരക്കണക്കിന് സഭാവിശ്വാസികൾ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംഎൽഎമാരും മുനമ്പത്തെത്തി മത്സ്യത്തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അപഹാസ്യമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കബളിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. മുനമ്പത്തുകാരോടും വഖഫ് അധിനിവേശത്തിന്റെ ഇരകളോടും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് കേരള നിയമസഭയിലും ഇന്ത്യൻ പാർലമെന്റിലുമാണ്. ചർച്ച പോലും നടത്താതെ കേരള നിയമസഭയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കൊണ്ടുവന്ന പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി മുനമ്പത്തെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി നിയമത്തെ പാർലമെന്റിൽ എതിർക്കുന്നവരാണ് വി ഡി സതീശന്റെ പാർട്ടിക്കാർ. കോൺഗ്രസിന്റെ നിലപാട് പ്രതിലോമകരവും നിരാശാജനകവുമാണ്. കോൺഗ്രസിൽ പ്രതീക്ഷയില്ലെന്ന മുനമ്പത്തുകാർ സതീശന് കത്തയച്ചതിലൂടെ കബളിപ്പിക്കൽ നാടകം പൊളിഞ്ഞു. സംസ്ഥാന സർക്കാർ സമരക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചത്. മുനമ്പം നിവാസികൾക്ക് ഇവരിൽ നിന്നും നീതി കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഇടത് വലത് മുന്നണികൾക്കെതിരായി ഉയർന്നുവരുന്ന ജനവികാരത്തെ തണുപ്പിക്കാൻ കോൺഗ്രസും സിപിഎമ്മും നാടകം നടത്തുകയാണ്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് മുനമ്പം ജനതയോട് കാണിക്കേണ്ട മര്യാദയെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച 1 വർഷം നീണ്ടുനിൽക്കുന്ന PR ഫ്രാൻസിസ് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുൻ MLA MP വിൻസെന്റ് നിർവഹിച്ചു. വിലങ്ങന്നൂർ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷനായി. 1957 ഐക്യ കേരളത്തിന്റെ ആദ്യ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട PR ഫ്രാൻസിസ് 4 പ്രാവശ്യം ഒല്ലൂർ നിയമസഭാംഗമായിരുന്നു. തോട്ടം തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, മലയോര കർഷകർ, ഓട് പാക്കിംഗ് കേസ് തൊഴിലാളികൾ തുടങ്ങി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു PRന്റേത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് കോൺഗ്രസിന്റെ ഉന്നത നേതാവായി മാറിയ PR ഫ്രാൻസിസ് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായും INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റായും ദീർഘനാൾ പ്രവർത്തിച്ചു. നേതാക്കളായ ഐസക് ഇടപ്പാറ, KC അഭിലാഷ്, റോയ് കെ ദേവസി, ബാബു തോമസ്, KP ചാക്കോച്ചൻ, MU മുത്തു, ജേക്കബ് പോൾ, ജോൺസൺ മല്ലിയത്ത്, വർഗീസ് വാഴപ്പിള്ളി, ഷിബു പോൾ, ഷൈജു കുര്യൻ, VP ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഭിന്നശേഷി ദിനത്തിൽ കിടപ്പ് രോഗികളെ സന്ദർശിച്ച് NCC കേഡറ്റുകൾ. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം. വർഷങ്ങളായി കിടന്ന കിടപ്പിൽ കിടക്കുന്ന രോഗികളെ സന്ദർശിച്ച് NCC കേഡറ്റുകൾ മാതൃകയായി. പെരിങ്ങണ്ടൂർ പോപ്പ് ജോൺ പോൾ പീസ് ഹോം അന്തേവാസികളെയാണ് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സന്ദർശിച്ചത്. മദർ സുപ്പീരിയർ സിസ്റ്റർ ആലിസ് പഴവീട്ടിൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു മുഖ്യാതിഥിയായി. സിസ്റ്റർ എൽസമ്മ, സിസ്റ്റർ ലിജി എന്നിവർ കേഡറ്റുകൾക്ക് അന്തേവാസികളെ പരിചയപ്പെടുത്തി. ലഫ്റ്റനന്റ് അനൂപ് MR ലോക വികലാംഗദിന സന്ദേശം നൽകി. കിടപ്പിലായിട്ടും നിരവധി പുസ്തകങ്ങൾ രചിച്ച CM ജോണിയും മിമിക്രി ആർട്ടിസ്റ്റ് അഭിജിത്തും പാട്ടുകാരനായ ജോസ് കണ്ണൂരാന്റെയും പ്രകടനങ്ങൾ കേഡറ്റുകളിൽ ജീവിത നൈപുണ്യങ്ങളെക്കുറിച്ചുള്ള പുതിയ ദിശാവബോധം സൃഷ്ടിക്കാൻ കാരണമായി. തൃശൂർ സെന്റ് തോമസ് കോളേജ് മുൻ യൂണിയൻ ചെയർമാനും അന്തേവാസിയുമായ ഷിബു ജോർജുമായുള്ള കേഡറ്റുകളുടെ സംവാദം വേറിട്ട അനുഭവമായി. തൃശൂർ കോലഴി ചിന്മയ കോളേജിലെ NCC കേഡറ്റുകളാണ് ലോക വികലാംഗ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ഥാപനം സന്ദർശിച്ചത്. സീനിയർ അണ്ടർ ഓഫീസർ ദീപക് VS, ജൂനിയർ അണ്ടർ ഓഫീസർ ശിഖ S, ക്വാർട്ടർ മാർഷൽ അനസ് MA എന്നിവർ പ്രസംഗിച്ചു. കേഡറ്റുകളുടെ സന്ദർശനവും കലാപരിപാടികളും അന്തേവാസികൾക്ക് സന്തോഷവും പിന്തുണയും നൽകുന്നു. ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക്
മധുര വിതരണം നടത്തി. വരും ദിവസങ്ങളിലും സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ പദ്ധതിയുണ്ടെന്ന് യൂണിറ്റ് ഓഫീസർ ലഫ്റ്റനന്റ് അനൂപ് എം.ആർ. അറിയിച്ചു. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കായി ജനങ്ങൾ വോട്ട് ചെയ്ത് ഭരണത്തിലേറ്റിയ എല്ലാ ഭരണ സംവിധാനങ്ങളും ഏകാധിപത്യ രീതിയിലാണ് ഭരണം കൈയാളുന്നതെന്ന് ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എം.കെ. ശശി പറഞ്ഞു. പാണഞ്ചേരി പഞ്ചായത്തിൽ പട്ടിക വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത വാണിജ്യ സ്ഥാപനം ലേലത്തിലൂടെ സ്വന്തമാക്കി അവിടെ സ്ഥാപനം തുടങ്ങാൻ അനുവദിക്കാത്ത മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഒരു മാസക്കാലമായി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരമിരിക്കുന്ന ദളിത് വിഭാഗക്കാരിയായ CPM മുൻ പഞ്ചായത്ത് മെമ്പർ അംബിക ചിദംബരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദളിത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രകടനവും ഐക്യദാർഢ്യ സദസ്സും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദുർബല വിഭാഗങ്ങളുടെ അവകാശ സമരങ്ങളെ സെക്രട്ടേറിയറ്റ് മുതൽ പഞ്ചായത്ത് തലം വരെയുള്ള ഭരണ സംവിധാനങ്ങൾ അവജ്ഞയോടെ കാണുന്നു. ദീർഘകാലം CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന അംബിക ചിദംബരം ദളിത് സാധാരണ കുടുംബാംഗമായതിനാലാണ് CPM ഭരിക്കുന്ന പാണഞ്ചേരി പഞ്ചായത്തും സർക്കാരും അവജ്ഞയോടെ കാണുന്നതെന്നും വാളയാറിലും വണ്ടിപ്പെരിയാറിലും അട്ടപ്പാടിയിലും സമരം ചെയ്ത ദളിത് വിഭാഗങ്ങളോട് മാർക്സിസ്റ്റ് പാർട്ടി കാണിച്ച അവഗണന നിലപാടാണ് അംബിക ചിദംബരത്തിനോട് പാണഞ്ചേരിയിലും കാണിക്കുന്നതെന്ന് A.K. ശശി ആരോപിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി KV ദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ M.K. വേലായുധൻ, വാസു കോട്ടോൽ, M.K. രാജേഷ് കുമാർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ KP ചാക്കോച്ചൻ, ജേക്കബ് പോൾ, ML ബേബി, KC അഭിലാഷ്, ബാബു തോമസ് എന്നിവർ സംസാരിച്ചു. നമ്മൾക്കറിയാം, ഒരു പൊതുപ്രവർത്തകയായി ഒരുപക്ഷെ CPMന്റെ ഈ പ്രദേശത്തെ ഒരു കുന്തമനയായിരുന്ന പഞ്ചായത്ത് മെമ്പറും ദീർഘകാലം ഇവിടുത്തെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിരുന്ന അംബിക ചിദംബരം അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ ആ പാർട്ടിയിൽ പറഞ്ഞപ്പോൾ അവരെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമവും അവരുടെ ഉപജീവനമാർഗത്തിനു വേണ്ടി KV ദാസേട്ടൻ ജില്ലാ പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിൽ ഈ ഡിവിഷനെ പ്രതിനിധാനം ചെയ്യുന്ന സമയത്ത് പട്ടികവിഭാഗക്കാർക്ക് വേണ്ടി മാത്രം പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ പട്ടികജാതിക്കാർക്ക് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി കഴിച്ചിട്ടുള്ള ഈ കടമുറി ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 5-6 മാസക്കാലമായി അവർ ലേലം വിളിച്ചെടുക്കുകയും അതിൻ്റെ ഡെപ്പോസിറ്റ് തുക അടയ്ക്കുകയും ചെയ്തതിനു ശേഷം ഇവിടുത്തെ പഞ്ചായത്തിലെ ഭരണസമിതിക്ക് അവരോടുള്ള അതൃപ്തി മൂലം ആ കടമുറി കൊടുക്കാതിരിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അംബിക ചേച്ചിയുടെയും ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സന്ദർശിക്കുകയും അവരോട് കാര്യങ്ങൾ വിവരിക്കുകയും അവരോട് ചോദിച്ചാരായുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാമെന്നുള്ള വാഗ്ദാനം നൽകുകയും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും നമ്മുടെയൊക്കെ വലിയ പ്രതീക്ഷയുമായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിൻ്റെ നിർദ്ദേശാനുസരണവും കൂടി വിവിധ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും അധികാരികൾക്കും അതുപോലെ തന്നെ SC/ST കമ്മീഷനും അടക്കം പരാതി കൊടുക്കുകയും എന്നാൽ അവർ കൊടുത്ത പരാതി നാളിതുവരെയായിട്ട് പോലീസ് വിഭാഗക്കാർ പോലും എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള നിരൂപക പ്രതിഭ പുരസ്കാരത്തിന് ഡോക്ടർ PV കൃഷ്ണൻ നായർ അർഹനായി. ഫലകവും 15,001 രൂപയുമാണ് പുരസ്കാരം. ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സർഗശ്രീ പുരസ്കാരത്തിന് K. ഉണ്ണികൃഷ്ണൻ അർഹനായി. അദ്ദേഹത്തിന്റെ പെയ്ത്ത് എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം. ഫലകവും 15,001 രൂപയുമാണ് പുരസ്കാരം. പഠനത്തിൽ മികച്ച നേട്ടം കൈവരിച്ച MA വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം പ്രവീണ P.ക്കും കൊടുക്കാൻ തീരുമാനിച്ചു. ഡിസംബർ 21-ന് കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ച് സമ്മേളനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും. പ്രൊഫസർ M.K. സാനു, S.K. വസന്തൻ, സരസ്വതി ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ.
റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ കൊച്ചി സെന്ററിൽ 2025 ജനുവരി മാസം തുടങ്ങുന്ന വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കാലാവധി. 30 പേർക്കാണ് അവസരം. പ്രായോഗിക പരിശീലനമുണ്ട്. സർക്കാർ അംഗീകാരമുള്ള കോഴ്സിന് 34,500 രൂപയാണ് ഫീസ്. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 15 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484222275. എരവിമംഗലം സെന്റ് മേരീസ് ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷവും പൊതുസമ്മേളനവും അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷയായി. തൃശൂർ മേയർ MK വർഗീസ് വിശിഷ്ടാതിഥിയായിരുന്നു. സമാപന സമ്മേളനം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി K രാജൻ അധ്യക്ഷനായി. ജൂബിലി സുവനീർ മന്ത്രിയും ഗുഡ് സമരിറ്റൻ സംഘടനയുടെ ലോഗോ ബിഷപ്പും പ്രകാശനം ചെയ്തു. ബ്രദർ ജോസ് ചുങ്കത്ത്, വികാരി ഡോക്ടർ ജോൺസൺ ചിറ്റിലപ്പള്ളി, ജൂബിലി കൺവീനർ ബാബു കൈത്താരത്ത് എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ അന്തർദേശീയ കോൺഫറൻസ് ഡിസംബർ 5-6 തീയതികളിൽ. റിന്യൂവബിൾ എനർജി ആൻഡ് ഇന്റലിജന്റ് സിസ്റ്റംസിനെ അധികരിച്ച് സ്പോൺസർഷിപ്പോടുകൂടിയ ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ് നടക്കുക. വിവിധ രാജ്യങ്ങളിൽ നിന്ന് 495-ലധികം ലേഖനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഗവേഷണ ലേഖനങ്ങളുടെ അവതരണങ്ങൾ, പ്രഭാഷണങ്ങൾ, പ്ലീനറി സെക്ഷനുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. സുസ്ഥിരവും ബുദ്ധിപരവും ഓട്ടോമേറ്റഡ് ഭാവി സാധ്യമാക്കുന്ന മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. സാങ്കേതികവിദ്യയിൽ ടൈനി മെഷീൻ ലേണിംഗിന്റെ പരിവർത്തന സാധ്യതകൾ മുഖ്യ പ്രഭാഷണത്തിൽ അവതരിക്കപ്പെടും. വാർത്താ സമ്മേളനത്തിൽ റവറൻഡ് ഡോക്ടർ ജോസ് കണ്ണമ്പുഴ, ഡോക്ടർ ജോസ് പി തേറാട്ടിൽ, ഡോക്ടർ ജാറിൻ ടി, ലിയോ മാത്യു എന്നിവർ പങ്കെടുത്തു. 2025 ഫെബ്രുവരി 25 നടക്കാനിരിക്കുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കയും അനിശ്ചിതത്വവും പരിഹരിക്കണമെന്ന് ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട്, കുമരനല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് നടക്കുന്ന പ്രതിഷേധ സംഗമം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഡിസംബർ 7 ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർമാൻ ഷീല മോഹൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, CPI മണ്ഡലം സെക്രട്ടറി MU കബീർ,
BJP മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കുറ്റിയങ്കാവ്, പൂരം, മിണാലൂർ, അമ്പലപുരം ദേശങ്ങൾ, മച്ചാട് മാമാങ്കം, വരവൂർ പാലക്കൽ, കൊടുമ്പ് അയ്യപ്പൻകാവ്, കുറുമക്കാവ് ക്ഷേത്രം, ഇരട്ടക്കുളങ്ങര ക്ഷേത്രം, മുള്ളൂർക്കര തിരുവാണിക്കാവ്, ആറ്റൂർ കാർത്തേനി ക്ഷേത്രം, മംഗലം അയ്യപ്പൻകാവ്, തിരൂർ വടകുടുംബക്കാവ് എന്നീ ക്ഷേത്രങ്ങളിൽ പൂരം ഭാരവാഹികളും വാദ്യകലാകാരന്മാർ, വെടിക്കെട്ട് കലാകാരന്മാർ, കൈവിളക്ക്, ആനപ്പുറം കലാകാരന്മാർ ഇവരും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കും. ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ, കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടക്കുന്ന അമ്പാടിക്കുളത്തിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. BJP ഒളരി ഏരിയ പ്രസിഡന്റ് ബൈജു ചേറ്റുപുഴ, ജനറൽ സെക്രട്ടറി സന്തോഷ് KG, 49ാം ഡിവിഷൻ ഇൻചാർജ് സലേഷ് ധർമ്മൻ എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡയറി പ്ലാന്റിൽ സ്റ്റൈപ്പൻഡറി പരിശീലന പരിപാടികളിലേക്ക് അഭിമുഖം നടക്കുന്നു. ഡിസംബർ 10-നാണ് അഭിമുഖം. താൽപര്യമുള്ളവർക്ക് യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി ഡിസംബർ 10 രാവിലെ 9:30 അഭിമുഖത്തിൽ പങ്കെടുക്കാം. പരിശീലന പരിപാടി ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് ഓഫ് ഡയറി മെഷീനറീസ്. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 5500. യോഗ്യത റെഫ്രിജറേഷൻ, ഇലക്ട്രിക്കൽ ട്രേഡുകളിൽ ITI, ITA, VHSC എന്നിവയിൽ ഏതെങ്കിലും പാസ്സാകണം. പാൽ ഉൽപ്പന്ന നിർമ്മാണം, ഗുണനിയന്ത്രണം. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 5500. യോഗ്യത VHSC, ഡയറി, ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ്, ഹസ്ബൻഡറി എന്നീ വിഷയങ്ങളിൽ പാസ്സാകണം. ഡയറി പ്ലാന്റിലെ ശുചിത്വമുറകളും പാൽ സംസ്കരണവും. ഹെൽപ്പർ. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 4500. 10ാം ക്ലാസ് പൂർത്തിയായിരിക്കണം. പാസ്സായിരിക്കണമെന്ന നിബന്ധനയില്ല. പ്രായം 40 വയസ്സുവരെ. സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട്. ഹെൽപ്പർ ട്രെയിനീസ് ഒഴികെയുള്ള എല്ലാ ട്രെയിനീസിനും അന്നേ ദിവസം എഴുത്തുപരീക്ഷയും അഭിമുഖവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 95627130 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരിടവേള കൂടി. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. ലക്ഷങ്ങൾ വില വരുന്ന രാസലഹരിക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മുടിക്കോട് നിന്ന് ആഡംബര ബസിൽ കടത്തിയ ലക്ഷങ്ങൾ വില വരുന്ന MDMA കണ്ടെത്തിയ കേസിന്റെ അന്വേഷണത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് വൻതോതിൽ ലഹരിമരുന്ന് കടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയായ ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശി അമ്പലത്ത് വീട്ടിൽ സുബ്ബൻ എന്നറിയപ്പെടുന്ന സുധീർ സിയാദ് പീച്ചി പോലീസിന്റെ പിടിയിലായി. ഡാൻസ് ഓഫ് ടീമിന്റെ രഹസ്യാന്വേഷണവും പ്രതിയെ പിടികൂടുന്നതിന് സഹായകമായി. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനിയാണ് പ്രതി. ഡിസംബർ 22-ന് മുടിക്കോട് വെച്ച് ആഡംബര ബസിൽ കടത്തിയ ലക്ഷങ്ങൾ വില വരുന്ന MDMA-യുമായി ആലപ്പുഴ സ്വദേശി അജീബ് അറസ്റ്റിലായിരുന്നു. അജീബിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് രാസലഹരി കടത്തുന്ന വലിയ സംഘത്തിലെ അംഗമായ സിയാദിനെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ R IPSന്റെ നിർദ്ദേശമനുസരിച്ച് അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് N ശങ്കരന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിൽ PG ISHO C അജിത് കുമാർ, PG സബ് ഇൻസ്പെക്ടർ മുരളി VN,
അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജീവൻ, സിവിൽ പോലീസ് ഓഫീസർ വിപിൻ ദാസ്, കിഷാൽ ടി ജി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. തൃശൂർ ജില്ലാ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ 5ാമത് കളക്ഷൻ ഡിപ്പോ മരോട്ടിച്ചാൽ കള്ളായിൽ പ്രവർത്തനമാരംഭിച്ചു. ഡിപ്പോയുടെ ഉദ്ഘാടനം സൊസൈറ്റി പ്രസിഡന്റ് KC പത്രോസ് നിർവഹിച്ചു. പർച്ചേസിംഗ് കമ്മിറ്റി മെമ്പർ സൂസമ്മ ജോസഫ്, കമ്മിറ്റി മെമ്പർ തങ്കച്ചൻ പൊന്നൂക്കര, ടോമി KT എന്നിവർ സംസാരിച്ചു. ജോസഫ് റൈസ് ഓൾഡ് സ്റ്റുഡന്റ് ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 3ാമത് ജോസഫ് റൈസ് മെമ്മോറിയൽ വിന്നേഴ്സ് എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള സൗത്ത് ഇന്ത്യൻ ഇന്റർ കൊളീജിയറ്റ് ടൂർണമെന്റ് ഡിസംബർ 4 മുതൽ 8 വരെ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. ഡി സോണിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ യോഗ്യത നേടിയ ശ്രീ വ്യാസ കോളേജ്, സഹൃദയ കോളേജ്, കേരളവർമ്മ കോളേജ്, ശ്രീകൃഷ്ണ കോളേജ്, ഫാറൂഖ് കോളേജ്, EMEA കോളേജ് കൊണ്ടോട്ടി, സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി, കഴിഞ്ഞ വർഷത്തെ വിജയികളായ യനപ്പോയ യൂണിവേഴ്സിറ്റി മംഗലാപുരം എന്നീ ടീമുകൾ പങ്കെടുക്കുന്നു. ഉദ്ഘാടനം ഡിസംബർ 4 വൈകിട്ട് MLA P ബാലചന്ദ്രൻ നിർവഹിക്കും. റിനോ ആന്റോ, ലാലു KV, വിൻഷോപ്പ് MM, ഡോക്ടർ ശ്രീജിത് രാജ്, ജെൻവിൻ റോയ്സ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടത്തറ പഞ്ചായത്ത് കേരളോത്സവ സമാപനവും സമ്മാനദാനവും റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ തൃശൂരിൽ നടത്തിയ ഉണർവ് 2024 മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പൗരസ്ത്യ കൽദായി സുറിയാനി സഭയുടെ മതബോധനം മാർ അപ്രേം സൺഡേ സ്കൂൾ ഡേ ആഘോഷിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന PR ഫ്രാൻസിസ് ജന്മശതാബ്ദി ആഘോഷങ്ങൾ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.